സോണി ലിവിൽ ഒക്ടോബർ 4-ന് സ്ട്രീമിംഗ് ആരംഭിച്ച ക്രൈം ത്രില്ലറാണ് മൻവാത്ത് മർഡർ. ഗിരീഷ് ജോഷിയുടെ രചനയിൽ ആശിഷ് അവിനാഷ് ബെൻറ്റെയാണ് സംവിധാനം. ആശുതോഷ് ഗ്വാരിക്കർ, സൊണാലി കുൽക്കർണി, സായ് തമൻകാർ എന്നിവരാണ് മുഖ്യവേഷത്തിലെത്തുന്നത്. ഇന്ത്യയിലെ ഷെർലക് ഹോംസ് എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച വളരെ മികച്ചൊരു പോലീസ് ഓഫീസറായ രമാകാന്ത് കുൽക്കർണി എഴുതിയ ഫുട് പ്രിന്റ്സ് ഓൺ ദ സാൻഡ്സ് ഓഫ് ക്രൈം എന്ന സർവീസ് സ്റ്റോറിയിലെ ഒരു സംഭവമാണ് ഈ സീരീസിന് ആധാരം. 1970-ൽ മഹാരാഷ്ട്രയിലെ മനാവത്ത് എന്ന ഗ്രാമത്തിൽ തുടർച്ചയായി 7 കൊലപാതകങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് തെളിവുകളൊന്നും അവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല. 1970-ൽ ആ കാലഘട്ടത്തിലെ ടെക്നോളജിയൊക്കെ വച്ച് കൊലപാതകങ്ങൾ തെളിയിക്കുക എന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞ ഒരു ജോലിയായിരുന്നു പോലീസിന്. ഗവൺമെൻറ്റിനു മേൽ ഈ കൊലപാതകങ്ങൾ ചെലുത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഓഫീസറായ രമാകാന്ത് കുൽക്കർണിക്ക് ഈ കേസ് കൈമാറുന്നു. പ്രമാദമായ പല കേസുകളും മാറ്റിവെച്ച് അദ്ദേഹം ഈ കൊലപാതകത്തിന് പിന്നാലെ തിരിയുകയാണ്. തികച്ചും ഒരു കുഗ്രാമം, അതാണ് ഈ മനാവത്ത്. വിദ്യാഭ്യാസമുള്ളവർ വളരെ കുറവുള്ളൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടെ അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവരുടെ അജ്ഞതയും ദാരിദ്ര്യവും മുതലെടുക്കാൻ ആ നാട്ടിലെ ഒരു പ്രമാണിയുമുണ്ട്. ഈ 7 കൊലപാതകങ്ങളിൽ ആ ഗ്രാമം ശരിക്കും ഭയപ്പെട്ടു പോകുന്നു. പെൺകുട്ടികളും സ്ത്രീകളും മാത്രമാണ് കൊലപാതകിയുടെ ഇരകൾ. അതിക്രൂരമായാണ് ഓരോരുത്തരും കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട എല്ലാവരുടെയും രഹസ്യഭാഗങ്ങളിൽ നിന്ന് രക്തം ഊറ്റിയെടുത്ത തെളിവുകൾ ഈ കൊലപാതകങ്ങളെ കൂടുതൽ ദുരൂഹമാക്കുന്നു. കൂട്ടത്തിൽ മരിച്ചൊരു പെൺകുട്ടിയുടെ തല കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരിത് ചെയ്തു എന്നതിൽ ആ ഗ്രാമത്തിൽ ആർക്കും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഇതിനു പിന്നിൽ അവിടെയുള്ളതും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലുമുള്ള പല മന്ത്രവാദികളെയും അവർ സംശയിച്ചിരുന്നെങ്കിലും ആഭിചാരങ്ങളോടുള്ള ഭയം കാരണം ആരും തന്നെ അത് തുറന്നു പറയാൻ ഒരുക്കമായിരുന്നില്ല. ആ ഗ്രാമത്തിൽ പടർന്ന അതേ ഇരുട്ട് ഈ കേസിൽ പോലീസിൻ്റെ മുന്നിലും മൂടിക്കെട്ടി അങ്ങനെ നിന്നു. അവിടേക്കാണ് രമാകാന്ത് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി വരുന്നത്. രമാകാന്ത് തികച്ചും വ്യത്യസ്തനായ ഒരു പോലീസുകാരൻ തന്നെയാണ് ഈ സീരീസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണ പാടവവും അദ്ദേഹത്തിൻ്റെ രീതികൾ അതൊക്കെ നമുക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ കേസ് അന്വേഷിച്ച പോക്ഷെ എന്ന പോലീസുകാരൻ രമാകാന്തിന് സഹായത്തിനുണ്ട്. പിന്നീട് അങ്ങോട്ട് ഉത്തരം കിട്ടാതെ വഴിമുട്ടി നിൽക്കുന്ന പല ചോദ്യങ്ങൾക്കും രമാകാന്ത് സമർത്ഥമായി ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് അവസാനം കൊലപാതകിയിൽ എത്തിച്ചേരുന്നിടത്ത് ഈ സീരീസ് അവസാനിക്കുന്നു. ഒരു രംഗത്ത് വന്നുപോയവർ പോലും വളരെ മികച്ച അഭിനയമാണ് ഇതിൽ കാഴ്ചവെച്ചത്. ഇതിലെ ഛായാഗ്രഹണം ആ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പോഴും വലിയ പുരോഗതി കൈവരിച്ചിട്ടില്ലാത്ത ഗ്രാമങ്ങളുള്ളത് കാരണം ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് അധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ആ പഴമ അങ്ങനെ തന്നെ വളരെ മനോഹരമായി നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ചിലർ പോരായ്മകൾ പറയാനാണെങ്കിൽ കഥ ഒരല്പം മുന്നോട്ട് പോകുമ്പോൾ തന്നെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിനുള്ള കാരണങ്ങൾ ഊഹിച്ചെടുക്കാവുന്ന ഒരു സംഗതി മാത്രമായി മാറുന്നു. ചില എപ്പിസോഡുകൾ ഇത്രയധികം നീട്ടിപ്പരത്തി പറയാനുള്ള നല്ല ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ല എന്നതൊരു വലിയ പോരായ്മ തന്നെയാണ്. പക്ഷേ ഇത് നടന്ന സംഭവമായതിനാൽ ചെറിയൊരു ഞെട്ടൽ നമ്മളിൽ ഉളവാക്കാൻ ഈ സീരീസിന് സാധിച്ചിട്ടുണ്ട്. പുതിയ ഭൂമികയിലെ സംസ്കാരങ്ങൾ എന്നും പുതുമയുണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ഒരു പുതുമ ആഗ്രഹിക്കുന്നവർക്ക് ഈ സീരീസ് അതൊട്ടും ഒരു ടൈം വേസ്റ്റ് ആവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. മൻവത്ത് മർഡർ റിവ്യൂ ബോക്സ് റേറ്റിംഗ് 6/10.